നമസ്കാരം. മമ്മൂട്ടി നായകനായിട്ടുള്ള അയ്യർ ദി ഗ്രേറ്റ് എന്ന് പേരുള്ള സിനിമയെക്കുറിച്ച് നിങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകൾ മലയാളികൾ കുറവായിരിക്കും. അതിറങ്ങിയ കാലത്ത് അത്രയേ പ്രശസ്തമായൊരു സിനിമയായിരുന്നു അത്. തൻ്റെ വീട്ടിലെ വളർത്തുതത്ത പറന്നുപോയതിൻ്റെ ഭാഗമായിട്ട് അതിനെ പിടിക്കാനായിട്ടൊരു മരത്തിൽ കയറിയ മമ്മൂട്ടിയുടെ അയ്യർ കഥാപാത്രം, അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പെട്ടെന്ന് ഒരു സംരംഭത്തിന്, മരത്തിന് മുകളിൽ വെച്ചൊരു സംരംഭത്തിന് വിധേയമാവുകയും അദ്ദേഹത്തിന് അപ്പോൾ മുതൽ ഒരു തരം വെളിപാടുകൾ ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്തു. വരാനിരിക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം മുൻകൂട്ടി അറിയുന്നു. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിൽ ഒരു ദുരന്തമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇത്തരം അയ്യർമാരല്ലാത്ത ഒരുപാട് ഗ്രേറ്റുകൾ, ഈ വിധത്തിലുള്ള ഗ്രേറ്റുകൾ ലോക ചരിത്രത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരാളാണ് നെല്ല ജോൺസ്, ക്രോയിറ്റ്, സുനാനി ഫാസ്ഫീൽഡ്, നോറിൻ, പീറ്റർ ഹാർക്കോസ് എന്നിവർ. ഈ പീറ്റർ ഹാർക്കോസ് എന്ന ആൾ ഈ അയ്യർ ദി ഗ്രേറ്റിലെ കഥാസന്ദർഭത്തോട് വളരെ സാമ്യമുള്ള ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. 1943 അദ്ദേഹം ഒരു കോണിയുടെ മുകളിൽ നിന്ന് ഉരുണ്ടു വീണു, അപകടം പറ്റി. അപ്പോൾ ആ മുറിവുകൾ പറ്റിയതിന് ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിന് കഴിവുണ്ടായി. അദ്ദേഹം വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ തുടങ്ങി. അത് പിന്നീട് അദ്ദേഹം പോലീസുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ മുന്നറിയിപ്പുകൾ കൊടുക്കുകയും അതിൽ 90% ശരിയായിരുന്നു എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1969 മിയാമി കടപ്പുറത്ത് ഒരു കാറിനുള്ളിൽ ഒരാളുടെ ജഡം കണ്ടെത്തി. അപ്പോൾ അതിനെക്കുറിച്ച് പീറ്റർ ഹാർക്കോസ് പ്രവചിച്ചു, എനിക്കവനെ കാണാം, വലിയ കുമ്പൻ മീശ, കവിളിൽ നിറയെ കുഴികൾ, അസാധാരണമായ ഉയരവനുണ്ട്, കൈകളില്ലാത്ത കറുത്ത കോട്ടാണ് അവൻ്റെ വേഷം, ഇടതുതോളിലായി മുന്തിരി ഇലകൾ പച്ചകുത്തിയിട്ടുണ്ട്, അവൻ്റെ വിളിപ്പേരിൽ എവിടെയോ സ്മിത്ത് എന്ന വാക്കുണ്ട്, ഡെട്രോയിറ്റിൽ നിന്നാണ് അവൻ വരുന്നത്, അവൻ അതേ തോക്കുകൊണ്ട് അവൻ മറ്റൊരാളെ മുൻപ് കൊലപാതകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാർക്കോസ് നൽകിയ സൂചനകൾ വെച്ചുകൊണ്ട് പോലീസ് വലവീശുകയും അവസാനം കുറ്റവാളി പിടികൂടപ്പെടുകയും ചെയ്യുന്നു. പിടികൂടപ്പെട്ടപ്പോൾ കൃത്യമായും ഹാർക്കോസ് പറഞ്ഞിട്ടുള്ള അതേ ലക്ഷണങ്ങളും അതേ സൂചനകളുമാണ് അയാൾക്കുണ്ടായിരുന്നത്. ഇത്തരം സംഭവങ്ങൾ നിരവധിയുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. നമസ്കാരം.